കറി വെക്കുന്നത് ഇനി നോക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. സവോള ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, 5 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, പിന്നെ കറിവേപ്പില, പിന്നെ തക്കാളി വേണം. ഞാനിവിടെ ഇതേപോലത്തെ ഒരു വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തേങ്ങയുടെ പകുതിയുടെ പകുതിയാണ് അരമുറി തേങ്ങ. പിന്നെ കറിവേപ്പില വേണം, കുരുമുളക് വേണം. കുരുമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ കുരുമുളക് മതി. പിന്നെ ചുവന്നുള്ളി വേണം. ഞാനിവിടെ 4 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് വലിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. പിന്നെ ഉണക്കമുളക് വേണം. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കണ്ട, ഇതേപോലെ മുഴുവനായിട്ടുള്ള മുളക് ചേർക്കാം. ഈ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് മല്ലിയാണ്. ഈ തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കുമ്പോൾ മല്ലിപ്പൊടിയേക്കാളും നല്ലത് മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടിക്കാത്ത ഇതേപോലത്തെ മുഴുവനായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആ തേങ്ങയിലേക്ക് ചേർക്കുമ്പോൾ ഈ മല്ലിയുടെ അളവ് പറയാം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം. ഇനി ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം കറുകപ്പട്ട, 2 തക്കോലം, ഒരു 5 ഏലക്കായ, 10 കറിയാമ്പൂ, പിന്നെ ഒരു ചെറിയ കഷ്ണം ജാതിപത്രി എടുത്തിട്ടുണ്ട്. അതൊരു ജാതിപത്രിയുടെ പകുതി എടുത്താൽ മതി. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കടുക് വേണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാന്ന്. ഈ തേങ്ങ വറുത്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആദ്യം തന്നെ ഗരം മസാലകൾ ചേർക്കാം. ഈ ഗരം മസാല ഇതിനകത്ത് നന്നായിട്ട് ചൂടാവണം. ഈ ജീരകം ഒന്നും കരിഞ്ഞു പോകരുത്. ഗരം മസാലയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് ഇതിനകത്ത് മാറ്റാം. ചൂടാക്കിയെടുത്താണ് ഗരം മസാല നീക്കി വയ്ക്കുക. ഇത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഈ തേങ്ങ വറുത്തെടുത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ചേർക്കാം. ഈ ചൂടായ പാനിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കുരുമുളക് ചേർക്കാം. കുരുമുളക് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകാണ് ചേർക്കുന്നത്. പിന്നെ തേങ്ങ ചേർക്കാം. തേങ്ങ അരമുറി തേങ്ങയാണ് ചേർക്കുന്നത്. ഇത് ഇതേപോലത്തെ ഒരു 1.5 പിടി തേങ്ങ ഉണ്ടാവും. ഇതേ ഉണ്ടാവില്ല, 1.25 പിടി തേങ്ങ ഉണ്ടാവും. കറിവേപ്പില ചേർക്കാം. ചുവന്നുള്ളി ചേർക്കാം. ചുവന്നുള്ളി ചേർക്കുമ്പോൾ അതൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. മല്ലി ചേർക്കാം. അതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട്. പൊടി ചേർക്കാണ്ട് മല്ലിയാണ് ചേർക്കാം. എല്ലാവർക്കും വറുത്ത് അരച്ച് വെക്കുന്ന കറികൾക്കൊക്കെയാണ് ടേസ്റ്റ് ഉണ്ടാവും. ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർക്കാം. വെളിച്ചെണ്ണ വളരെ കുറച്ച് ചേർത്താൽ മതി. ഈ തേങ്ങ ചൂടായി കഴിയുമ്പോൾ തേങ്ങയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെളിച്ചെണ്ണ വരും. അത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തേങ്ങ വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ നല്ല ഗോൾഡൻ കളറായിട്ട് വറുത്തെടുക്കണം. തീ നന്നായിട്ട് കൂട്ടിയിട്ടിട്ട് തേങ്ങ വറുത്തെടുക്കരുത്. അപ്പോൾ ആ തേങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് സമയം കൂടുതലെടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുത്തതിനേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. തീ അങ്ങോട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ തേങ്ങ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ ശരിക്കും മുരിഞ്ഞു വരില്ല. അപ്പോൾ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടിയിൽ നിന്ന് പകുതി ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് സവോള വഴക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങ മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യുക. നല്ല ബ്രൗൺ ആകാൻ നിൽക്കരുത്. ഈ പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഈ ചൂടോട് കൂടിയിട്ട് ഈ പാനിൽ തന്നെ ഇട്ട് വെക്കരുത്, അല്ലെങ്കിൽ ആ പാനിൻ്റെ ചൂടുകൊണ്ട് ആ തേങ്ങ പെട്ടെന്നായിട്ട് കരിഞ്ഞു പോകും. ഇപ്പോൾ തേങ്ങ വറുത്തെടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചേക്കണം ഗരം മസാലയും കൂടിയും ചേർക്കാം.
ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുമ്പോൾ ആദ്യം തന്നെ വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇപ്പോൾ തേങ്ങ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ ആവണം, അല്ലെങ്കിൽ അത് നമ്മൾ കഴിക്കുമ്പോൾ കറിയിൽ ഇങ്ങനെ നിറച്ചും തരി തരി പോലെ കിടക്കും. ഇത് നമുക്ക് കറിയാക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വറുത്തരച്ച് വെക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. അതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണയിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവോള ചേർക്കുക. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ചുവന്നുള്ളിയും ചേർക്കുക. ഇഞ്ചി ചതച്ചത് ചേർക്കുക. ഇഞ്ചി ഞാനിവിടെ ഒരു വലിയ കഷ്ണം ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 5 വലിയ വെളുത്തുള്ളി ചതച്ചതും ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവണം. സവാളയ്ക്ക് ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ബാക്കിയുള്ള മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർക്കുക. ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മുരിയണം. ഈ സവോളയ്ക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ തേങ്ങയുടെ പേസ്റ്റ് ചേർക്കുക. ഇതിലേക്ക് കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. ചെയ്ത് വെച്ചേക്കണ തക്കാളി ചേർക്കുക. തക്കാളി ഇതേപോലെ ഫ്രഷായിട്ട് ചേർത്താൽ മതി. സവോളയുടെ കൂടെ ഇട്ടിട്ട് വഴറ്റുക. ഇതിലേക്ക് ചിക്കൻ ചേർക്കുക. ചിക്കൻ ചേർക്കുമ്പോൾ ചിക്കൻ്റെ പീസുകൾ ഒരുപാട് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യരുത്. ഇത് ചെറിയ പീസായിട്ട് ഇതേപോലെ കറി വയ്ക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ രണ്ടാമതും ചേർത്താൽ മതി. ഇനി മൂടി വെച്ചിട്ട് ഈ കറി വേവിക്കുക. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഈ കറിയുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയും ചെറുതായിട്ട് തിക്കായിട്ടുണ്ട്. ആ കറി വെന്ത് വരുമ്പോൾ ഇതേപോലെ ഗ്രേവി ചെറുതായിട്ട് ഇങ്ങനെ തിക്കായിട്ടിരിക്കണം. കറി വെന്ത് കഴിഞ്ഞിട്ടും ഗ്രേവി വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി തിക്കാക്കിയിട്ട് എടുക്കണം. താളിച്ച് ചേർക്കാം. കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇട്ട് പൊട്ടിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ കിടന്നിട്ട് നന്നായിട്ട് മുരിയണം. ഇപ്പോൾ കറി റെഡി ആയി കഴിഞ്ഞിട്ട് കറി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കറിക്ക് എരിവ് കുറവ് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ താളിച്ച് ചേർക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട ആ സമയത്ത് തന്നെ ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളകിൻ്റെ പൊടിയും കൂടിയും ഈ താളിച്ച് ചേർക്കണതിൽ ചേർത്തിട്ട് കറിയിൽ ചേർക്കാം. ഇതിലേക്ക് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് കറിയിലേക്ക് ചേർക്കാം. വറുത്തരച്ച് വെച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണിത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. ഇത് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. വട്ടയപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും.